See, in Bhagavad Gita, what happened? ദൈവത്തിൻ്റെ അവതാരങ്ങൾ വന്ന് മനുഷ്യജന്മം എടുത്തത് ഒരു ആക്ടിംഗ് ആയിരുന്നു, അല്ലേ? മലയാള സിനിമ ഇപ്പോൾ വിവാദങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പോസ്റ്ററിൽ ഞാനൊരു വിവാദം കണ്ടു. അപ്പുറത്ത് മല്ലിക ചേച്ചി, ഇപ്പുറത്ത് മേജർ സാർ. കഥ പറയുന്ന രീതിയും എല്ലാം ഭയങ്കര, നേരത്തെ പറഞ്ഞ കേക്ക് പോലെ വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ബിഗ് താങ്ക്സ്. കാരണം ഒരുപാട് സ്ട്രഗിളിലൂടെയാണ് ഇതുവരെ നമ്മൾ എത്തിയിരിക്കുന്നത്. ഗവൺമെന്റിന്റെ പല ആനുകൂല്യങ്ങളും സ്വീകരിച്ച് ഇന്ന് അതേ ഗവൺമെന്റിനെതിരെ വിഷം തുപ്പുമ്പോൾ നമ്മൾ ഒരിക്കലും കണ്ടുകൊണ്ടിരിക്കാൻ സാധിക്കില്ല. വെകുന്താരി സിനിമ ഒരു വലിയ വിജയമാകട്ടെ. ആദ്യമായി ഈ ഭൂമിയാണ് നമ്മളെ സ്വാഗതം ചെയ്തത് നമ്മുടെ ജീവിതത്തിലേക്ക്. പിന്നീട് ഒരുപാട് ജീവിത മുഹൂർത്തങ്ങൾ നമ്മൾ സ്വാഗതം ചെയ്യുകയായിരുന്നു. അങ്ങനെ ഓരോ സ്വാഗതത്തിലൂടെയും നമ്മളിപ്പോൾ ഇതാ കേക്ക് സ്റ്റോറിയുടെ ഓഡിയോ ലോഞ്ചിലേക്ക് എത്തിയിരിക്കുന്നു. ഇവിടെ എല്ലാവർക്കും സ്വാഗതം. കേക്ക് സ്റ്റോറി എന്ന സിനിമ ഇപ്പം മധുരം ഇഷ്ടമില്ലാത്ത ആരുമില്ല. ഇപ്പോൾ ഇത്തിരി ഡയബറ്റിക് ഉണ്ടെങ്കിൽ പോലും മധുരത്തോടാണ് കൂടുതൽ ഇഷ്ടം. എനിക്കുണ്ട് ഡയബറ്റിക്, എന്നാലും എനിക്ക് മധുരം കഴിക്കാതിരിക്കാൻ വയ്യ. ഇവിടെ മധുരമാണ് ഈ കേക്ക് സ്റ്റോറിലൂടെ നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. അത് ജീവിതത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള മധുരമാണ്, പ്രണയത്തിൻ്റെ മധുരമാണ്, സൗഹൃദത്തിൻ്റെ മധുരമാണ്, നിറങ്ങളുടെ മധുരമാണ്. എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ആ മനോഹാരിതയാണ് കേക്ക് സ്റ്റോറിലൂടെ നമ്മൾ പങ്കുവയ്ക്കുന്നത്. അപ്പൊ മധുരവും കേക്കിന്റെ മധുരവും, കേക്ക് ഇഷ്ടപ്പെടാത്ത ആരും തന്നെ ഇല്ല, എല്ലാവർക്കും കേക്ക് ഇഷ്ടമാണ്. കേക്കിന്റെ മധുരവും സിനിമയുടെ മധുരവും തമ്മിൽ ബ്ലെൻഡ് ചെയ്യാണ് ഇവിടെ. അപ്പൊ ആ രണ്ട് മധുരങ്ങളും ചേർന്നാണ് ഞങ്ങൾ കേക്ക് സ്റ്റോറി ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇതിനൊരു പിന്നോട്ട് പോകുമ്പോൾ ഒരു കാര്യം പറയാനുണ്ട്. കോവിഡ് എല്ലാം കഴിഞ്ഞിരിക്കുന്ന സമയത്ത് എൻ്റെ മകൾ വേദ എൻ്റെ അടുത്ത് വന്ന് പറയാണ്, അച്ഛാ കോവിഡിന്റെ സമയത്ത് എല്ലാ വീടുകളും എന്ന് പറഞ്ഞോളം തന്നെ ഹോം ബേക്കിംഗ് തുടങ്ങി. എല്ലാ വീടുകളിലും നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങി. എന്തുകൊണ്ട് നമുക്ക് കേക്കിനെ ആധാരമാക്കി ഒരു സിനിമ ഉണ്ടായിക്കൂടാ? ഞാൻ അവളോട് പറഞ്ഞു, ഈ ഒരു സബ്ജക്റ്റ് പറയുന്നു. അവള് പറഞ്ഞ സബ്ജക്റ്റ് എനിക്കത് മനോഹരമായിട്ട് തോന്നി. അങ്ങനെ ഞാനത് എല്ലാവരോടും പറഞ്ഞു, എൻ്റെ അടുത്ത ആൾക്കാരോട് പറഞ്ഞു. ഒരിക്കൽ ഞാൻ ബാദുഷിയോട് പറഞ്ഞു, ബാദുഷി പറഞ്ഞു, ചേട്ടാ നല്ല സബ്ജക്റ്റാണ്, നമുക്ക് പടം വെക്കാറുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇതൊരു പ്രൊജക്റ്റിലേക്ക് ഇറങ്ങുകയാണ്. ആ സിനിമ യാഥാർത്ഥ്യമാവാൻ കുറച്ച് കഷ്ടപ്പെടേണ്ടി വന്നു. 1-2 വർഷം കുറച്ച് സമയമെടുത്തു. നന്നായി ഞങ്ങൾ ബുദ്ധിമുട്ടി. ഇപ്പൊ സിനിമ പൂർത്തിയായിരിക്കുകയാണ്. ആ സിനിമ ഈ വരുന്ന ഏപ്രിൽ 17-ാം തീയതി ഈസ്റ്ററിന് തിയേറ്ററുകളിൽ എത്തുകയാണ്. കേരളത്തിനകത്തും പുറത്തുമായി പല ഭാഗങ്ങളായിട്ട് ഏപ്രിൽ 19-ന് തിയേറ്ററിൽ എത്തുകയാണ്. അപ്പോൾ ഈ ഒരു മധുരം ആസ്വദിക്കാൻ നിങ്ങളെയും നമ്മുടെ നാട്ടിലുള്ള എല്ലാവരെയും ഈ കേക്ക് സ്റ്റോറിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇന്നിവിടെ ഓഡിയോ ലോഞ്ച് ചെയ്യുന്നത് ഈ സിനിമയിൽ 3 പ്രശസ്തരായുള്ള മ്യൂസിക് ഡയറക്ടേഴ്സ് പ്രവർത്തിച്ചിട്ടുണ്ട്. ഒന്ന് ഞാൻ ഗുരുതുല്യനായി കാണുന്ന ജെറി അമൽദേവ് സാർ. അദ്ദേഹം ഒരു 35 വർഷം മുമ്പ് ഞാൻ ശശിമോഹൻ സാറിൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അദ്ദേഹമായിരുന്നു ആ സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ. ആ ബന്ധം ഇന്നും ഞങ്ങൾ തമ്മിൽ തുടരുന്നു. എനിക്കൊരു അച്ഛനോടുള്ള ബന്ധമാണ് ജെറി സാറിനോടുള്ള. എനിക്ക് സാറിനെ കാണുമ്പോൾ ഒക്കെ എനിക്ക് നഷ്ടപ്പെട്ടു പോയി എൻ്റെ അച്ഛനെയാണ് ഓർമ്മ പറയാനുള്ളത്. സാറിൻ്റെ മ്യൂസിക്കാണ്. സാറിൻ്റെ മ്യൂസിക്കിന് കോമ്പിനേഷൻ എഴുതിയിരിക്കുന്നത് സന്തോഷ് വർമ്മയാണ്. ആ ഗാനം ആലപിച്ചിരിക്കുന്നത് സുജേതയും അദ്ദേഹത്തിന് അനൂപ് കൃഷ്ണ അവർ രണ്ടുപേരാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്. അടുത്ത മ്യൂസിക് ഡയറക്ടർ SP വെങ്കടേഷ് സാറാണ്. SP വെങ്കടേഷ് എൻ്റെ ആദ്യത്തെ പ്രിയപ്പെട്ട കൊക്ക് തൊട്ടുള്ള പടങ്ങൾ, ഒരുപാട് പടങ്ങളുടെ മ്യൂസിക് ഡയറക്ടറാണ്. അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾക്ക് വരികൾ എഴുതിയിരിക്കുന്നത് വിനായക് ശശികുമാറാണ്. മറ്റൊന്ന് റോണി റാഫേൽ. റോണി ഇവിടെ ഉണ്ട്. റോണി തന്നെയാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ചെയ്യുന്നത്. റോണിയോടൊപ്പം വിവേക് മുഴക്കുന്നതാണ് എഴുതിയിരിക്കുന്നത്. ഹരിശങ്കറാണ് പാടിയിരിക്കുന്നത്. SP സാറിൻ്റെ പാട്ട് പാടിയിരിക്കുന്നത് മധു ബാലകൃഷ്ണനും യാസിനുമാണ് പാടിയിരിക്കുന്നത്. അങ്ങനെ വ്യത്യസ്തമായ 5 പാട്ടുകളാണ് കേക്ക് സ്റ്റോറിയിലുള്ളത്. കേക്ക് സ്റ്റോറിയെ കുറിച്ചിട്ട് കൂടുതലായിട്ട് ഞാൻ പറയേണ്ടതില്ല. കേക്ക് സ്റ്റോറി വരികയാണ്, നിങ്ങൾ കാണണം, കണ്ടിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ ഇവിടെ സ്വാഗതമാണ് എനിക്ക് പറയാനുള്ളത്. ആദ്യമായി
എനിക്ക് തീർത്താൽ തീരാത്ത ഒരു കടപ്പാടായി മാറിയിരിക്കുകയാണ് മിനിസ്റ്റർ രാംദാസ് അത്തേവാലജിയോട്. കാരണം ഒരു പടത്തിന്റെ ഓഡിയോ ലോഞ്ചിനായി അദ്ദേഹം എല്ലാ പരിപാടികളും മാറ്റിവെച്ച് ആ തിരക്കിനിടയിൽ ഇവിടെ എറണാകുളത്തേക്ക് നമ്മുടെ പ്രോഗ്രാമിനായി മാത്രം എത്തിയിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ ഉടനെ അദ്ദേഹം ഡൽഹിക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. അദ്ദേഹത്തെ മോസ്റ്റ് വെൽക്കം സാർ. ഇതെനിക്ക് സാധ്യമാക്കി തന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ, 25 വർഷമായി എൻ്റെ സൗഹൃദത്തിലുള്ള രാജീവ് മനോഹർ, RPI പാർട്ടിയുടെ നാഷണൽ സെക്രട്ടറിയാണ്. രാജീവിന് സ്വാഗതം. പാർട്ടിയുടെ തന്നെ വൈസ് ചെയർമാനായ നുസ്രത് ജഹാന് സ്വാഗതം. ഈ പടത്തിലെ നായകവേഷം ചെയ്ത ബാബു ആന്റണിക്ക് സ്വാഗതം. എൻ്റെ മകളുടെ കഥാപാത്രം, മകളാണ് ഇതിനകത്ത് ഹീറോയിനായിട്ട് അഭിനയിച്ചിരിക്കുന്നത്, അവളുടെ കഥാപാത്രത്തിന്റെ നായകനായിട്ട് അഭിനയിച്ച അരുൺ കുമാറിന് സ്വാഗതം. നീന, വേദയുടെ അമ്മയായിട്ട് അഭിനയിച്ച നീന കുറുപ്പിന് സ്വാഗതം. എൻ്റെ ബിസിനസ് പാർട്ണറായ ജയന്ത് കുമാറിന് സ്വാഗതം. എൻ്റെ ഗുരുവായിട്ടുള്ള എൻ്റെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിച്ചിട്ടുള്ള ആദം അയ്യൂബ് സാറിന് സ്വാഗതം. എൻ്റെ ചിത്രത്തിൽ ഡിസ്ട്രിബ്യൂഷനിൽ എന്നോടൊപ്പം ഇതിലെല്ലാത്തിനും സഹായിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരൻ രാജശ്രീ ഫിലിംസിൻ്റെ രമേഷ് കുമാറിന് സ്വാഗതം. പിന്നെ എന്നോടൊപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ സിനിമയിൽ വന്നിട്ട് എനിക്ക് വർക്ക് ചെയ്തപ്പോൾ എനിക്ക് വളരെ അടുപ്പം തോന്നിയൊരു വ്യക്തി കൂട്ടത്തിലുണ്ട്. അദ്ദേഹം ഒരു ഡയറക്ടറാണ്. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, താങ്കളുടെ കൂടെ ഞാൻ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഷൂട്ടിങ് കഴിഞ്ഞ് 2ാമത്തെ ദിവസം ഞാൻ പറഞ്ഞു, പക്ഷെ എനിക്ക് വർക്ക് ചെയ്യാൻ ഭയങ്കര രസം തോന്നുന്നു. ഒരു പക്ഷേ നിങ്ങളെ നായകനാക്കി പോലും ഞാൻ ഒരു ചിത്രം ചെയ്തേക്കാം. അത് മറ്റാരുമല്ല, മേജർ രവി സർ. സ്വാഗതം. അദ്ദേഹത്തിന്റെ പെരുമാറ്റം എന്നെ ഒരുപാട് ആകർഷിച്ചിട്ടുണ്ട്. ഞാൻ കൊടുത്ത കഥാപാത്രം അദ്ദേഹം ഇന്നുവരെ ചെയ്യാത്ത ഒരു കഥാപാത്രമായിരുന്നു. വളരെ ഈസി ആയിട്ട് അദ്ദേഹം പ്രസന്റ് ചെയ്തു. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അദ്ദേഹത്തിന് സ്വാഗതം. എൻ്റെ കൂട്ടുകാരൻ ഡയറക്ടർ സർജുലിന് സ്വാഗതം. മമ്മാലിക്ക സ്വാഗതം. സാലി സ്വാഗതം. അങ്ങനെ ഇവിടെ വന്നു ചേർന്നിട്ടുള്ള എല്ലാവർക്കും സ്വാഗതം. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കണം. എല്ലാവർക്കും ഇവിടെ വന്നു ചേർന്നിട്ടുള്ള കണ്ണൻ താമരക്കുളം, അദ്ദേഹം പറഞ്ഞ വിട്ടുപോയിട്ടുണ്ട്, ക്ഷമിക്കണം. കണ്ണൻ താമരക്കുളം അങ്ങനെ തുടങ്ങി എല്ലാവർക്കും സ്വാഗതം. ഒരു സമയത്തിന് കുറച്ച് കുറവുണ്ട്, അതുകൊണ്ട് മനുഷ്യക്ക് തിരിച്ചു പോകേണ്ടതുണ്ട്. എല്ലാവർക്കും സ്വാഗതം. ഈ ചിത്രം കേസ് സ്റ്റോറി എൻ്റെ മകളുടെ ആദ്യത്തെ ചിത്രമാണ്. അവൾ അഭിനയിക്കുന്നതും അവള് തിരക്കഥ എഴുതുന്നുള്ള ആ ചിത്രമാണ്. ഞങ്ങളുടെ പ്രൊഡക്ഷൻ തന്നെയാണ്. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. തിയേറ്ററുകളിൽ എല്ലാവരും നിങ്ങൾ പോയി കാണണം. ഒരിക്കൽ കൂടി ഇവിടെ വന്നു ചേർന്നിട്ടുള്ള മീഡിയ ആൾക്കാർക്കും ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്ന മഞ്ജു അങ്ങനെ തുടങ്ങി എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. കേക്ക് സ്റ്റോറി എൻ്റെ ഫസ്റ്റ് സ്ക്രിപ്റ്റ് റൈറ്റർ എന്നുള്ള രീതിയിലുള്ള ഒരു ഫസ്റ്റ് പ്രൊജക്റ്റാണ്. ആസ് ആൻ ആക്ട്രസ് എന്നുള്ള രീതിയിലും ഒരു ഫസ്റ്റ് പ്രൊജക്റ്റാണ്. അപ്പം എല്ലാവരുടെ സപ്പോർട്ടും എന്തായാലും വേണം. ഞാൻ മഞ്ജു ചേച്ചി പറഞ്ഞ പോലെ ഷോർട്ട് സ്റ്റോറീസ് എഴുതാറുണ്ട്. ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഡയറക്ഷനാണ് ഉദ്ദേശിക്കുന്നത്, അതിനുവേണ്ടി സ്ക്രിപ്റ്റും എഴുതുന്നുണ്ട്. കേക്ക് സ്റ്റോറിയിലേക്ക് എത്തപ്പെട്ടത് അച്ഛൻ പറഞ്ഞ പോലെ കോവിഡ് ടൈമിലുള്ള ഹോം ബേക്കേഴ്സിൻ്റെയും കേക്കിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ആയിട്ട്. ആ ടൈമിൽ ഞാനും ഒരുപാട് കേക്കുകളൊക്കെ ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കിയിരുന്നു. അത്യാവശ്യം സക്സസ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ നിന്നാണ് കേക്ക് സ്റ്റോറി എന്ന് പറയുന്ന ഒരു തീം വരുന്നത്. ആ തീമിനെ ഡെവലപ്പ് ചെയ്ത് ഇതായിരുന്നു ഇപ്പം റിലീസിലേക്ക് എടുക്കുന്നു, അതൊരു ഓഡിയോ ലോഞ്ചിലേക്ക് എത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ബിഗ് താങ്ക്സ്. കാരണം ഒരുപാട് സ്ട്രഗിളിലൂടെയാണ് ഇപ്പം ഇതുവരെ നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പം ഹോണറബിൾ മിനിസ്റ്റർക്ക് ഒരു വലിയ താങ്ക്സ്. ബിക്കോസ് നമ്മുടെ ഓഡിയോ ലോഞ്ചിന് ഇവിടെ എത്തി എന്നുള്ള ഒരു രീതിയിലാണ്. ഈ കേക്ക് സ്റ്റോറി എന്ന് ഉള്ള സിനിമ ഈ പേര് പറയുന്ന മാതിരി ഉള്ളൊരു സ്വീറ്റ് ആയിട്ടുള്ളൊരു ലവ് സ്റ്റോറിയാണ് ആക്ച്വലി വരുന്നത്. ഒരു 2 കാലഘട്ടത്തിൻ്റെ പ്രണയം ഇതിലൂടെ പോകുന്നുണ്ട്. ഈ കഥയിലെ മെയിനായിട്ട് നമ്മുടെ കഥയിലെ മെയിൻ ഹീറോ, എൻ്റെ കഥയിലെ മെയിൻ ഹീറോ കേക്കാണ്. ആ കേക്ക് ഒരു പ്രണയത്തിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള സ്വീറ്റ് ആയിട്ടുള്ള കേക്കാണ്. നമ്മളിപ്പോൾ എല്ലാ ഒക്കേഷനിലും കേക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ബർത്ത്ഡേക്ക് ആയാലും ഇപ്പോൾ സാഡ് ആയിട്ടുള്ള ഒക്കേഷൻസിനായാലും എല്ലാത്തിനും നമ്മൾ
കേക്ക് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ട്. സോ ഈ സ്റ്റോറി എല്ലാവർക്കും കണക്റ്റ് ആവും എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ വെരി താങ്ക്സ്. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ വന്നതിന് എല്ലാവർക്കും നന്ദി. പുള്ളിക്കാരി എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നല്ലോ, ഞാൻ വില്ലനാണെന്നോ ഹീറോ ആണെന്നോ. ഞാനിവിടെ ഹീറോ ആകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പുള്ളിക്കാരി ഇവിടെ വില്ലനാണ്. അതിന് കേക്ക് സ്റ്റോറി എന്ന് പറയുന്ന ഒരു മനോഹരമായ ഒരു സബ്ജക്റ്റാണ്. ചോക്ലേറ്റ് എന്ന് പറയുന്ന സിനിമയൊക്കെ പോലെ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്ത് അണിച്ചൊരുക്കുന്ന കുറച്ച് മനോഹരമായ സിനിമയാണ്. അപ്പോൾ അതിൽ ഞാൻ എന്ത് വേഷം ചെയ്യുന്നപ്പോൾ ഞാൻ പറയുന്നില്ല, മുഖ്യ കഥാപാത്രമാണ് അത് കണ്ടു. പക്ഷെ അത് കണ്ടു കഴിഞ്ഞപ്പോൾ പോയിട്ട് എനിക്ക് ഒരു അടി കൊടുക്കാൻ തോന്നി. ഞാൻ എൻ്റെ പേര് കണ്ടു കഴിഞ്ഞു എനിക്കിട്ട് തന്നെ അങ്ങനെ അല്പം ഇറിറ്റേറ്റിംഗ് ആയിട്ട് ഉള്ളൊരു സംഭവമാണ്. പിന്നെ ഞാനും സുനിലുമായിട്ടുള്ളൊരു അസോസിയേഷൻ എന്ന് പറയുന്നത് ആദ്യത്തെ സിനിമ ഗാന്ധാരി എന്ന് പറയുന്ന സിനിമയായിരുന്നു. അത് സൂപ്പർ ഹിറ്റായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ചന്ത, ഭരണകൂടം, അങ്ങനെ കുറേ സിനിമകൾ ചെയ്യുന്നു. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ രണ്ടുപേരും വീണ്ടും ഒന്നിക്കുന്നു. വീണ്ടും കുറച്ച് സ്ഥാനങ്ങളൊക്കെ മുന്നോട്ടുണ്ട്. അപ്പം എനിക്ക് എല്ലാവർക്കും നന്ദി. ഹോണറബിൾ മിനിസ്റ്ററും അവരുടെ എല്ലാ അനിയങ്ങൾക്കൂടെ ഒന്നിനും നന്ദി. എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും നന്ദി. നമസ്കാരം. ബഹുമാനപ്പെട്ട സെൻട്രൽ മിനിസ്റ്റർ, ഇവിടെ എത്തിയിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എന്തായാലും ബാബുവിന് ശേഷം ജൂനിയറിന് ഒരു അവസരം കിട്ടിയതിൽ അങ്ങേയറ്റം സന്തോഷമുണ്ട്. ബീന ആന്റണിയെ സിനിമയ്ക്ക് വിളിച്ചതാണ്, വരാൻ പറ്റിയില്ല. അങ്ങനെ ആന്റണിമാരൊരു പടം തന്നെ ഉണ്ട് സിനിമയിൽ. എന്തായാലും ഞാനായി എൻ്റെ സിനിമയുടെ തുടക്കകാലത്ത് എനിക്ക് തോന്നുന്നു എല്ലാവരും സംവിധാന സ്വപ്നം മനസ്സിൽ സൂക്ഷിച്ച് മദ്രാസിൽ നിൽക്കുന്ന സമയത്ത് അന്നൊരു നവാഗത സംവിധായകരുണ്ടാകുന്നു. നമ്മൾ ആരാണ്? സുനിൽ കാരന്തോ. ചിത്രം പ്രിയപ്പെട്ട കുക്കു, തങ്കച്ചൻ എന്ന് പറഞ്ഞിട്ട് ദേവസ്വചേട്ടൻ്റെ മോൻ നിർമ്മിക്കുന്ന സിനിമ. ആ സിനിമ ജഗദീഷനൊക്കെ അഭിനയിച്ചു, നല്ല പാട്ടുകൾ, പടം ഭയങ്കര ഹിറ്റായി. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു അത് ചെയ്ത സിനിമ മാനത്തെ കൊട്ടാരം. അന്ന് നമുക്ക് അസിസ്റ്റന്റ് ഡയറക്ടറായി. അപ്പോൾ മാനത്തെ കൊട്ടാരം ഭയങ്കര ഹിറ്റാണ്. അതിലൂടെ ദിലീപ് എന്ന് പറയുന്ന നടനൊക്കെ പുതുതായിട്ട് വന്ന റോണുള്ള ദിലീപ് നല്ല റോളാണ്. ആദർശ, ഖുഷ്ബു, സുരേഷേട്ടൻ ഗസ്റ്റ് അപ്പിയറൻസ്. അങ്ങനെ ആ സിനിമ ശ്രദ്ധിക്കപ്പെടുന്നു. പിന്നെ എനിക്ക് ഒരുപാട് ബാബുയുടെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് ഗാന്ധാരി. മാധവി, ബാബുവേട്ടൻ്റെ ഒരു ടീം, ചാരുഹാസൻ സാറ്, അങ്ങനെ ഒരു വലിയ ടീം അഭിനയിച്ച സിനിമ. ഞാൻ എല്ലാ സിനിമകളും കണ്ടിട്ടുണ്ട് ഒരുവിധം. അപ്പോൾ ആ ഒരു ബഹുമാനവും സ്നേഹവും ഒരു സിനിമാ പ്രവർത്തനം എന്നുള്ള രീതിയിൽ സുനിലേട്ടനോട് എനിക്കുണ്ട്. അദ്ദേഹം കുറച്ച് നാളിന് ശേഷം വീണ്ടും ഒരു അറ്റംപ്റ്റോട്ട് വന്നിരിക്കുകയാണ്. അതിലെനിക്കൊരു ഭാഗമാകാൻ കഴിഞ്ഞ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. തുടർന്നും അദ്ദേഹത്തിൻ്റെ പ്രതിഭ വെളിവാക്കാൻ പറ്റുന്ന, കാരണം ഒരുപാട് യൂട്ടിലൈസ് ചെയ്യാൻ സാധ്യതയുള്ളൊരു സംവിധായകൻ, അത്യാവശ്യം കാര്യങ്ങൾ അറിയാവുന്ന ഒരു സംവിധായകൻ. നമുക്ക് കൂടെ വർക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അതിനുള്ള സാഹചര്യം ഇവിടെ ഒരുങ്ങട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. പ്രാർത്ഥിക്കുന്ന അദ്ദേഹത്തിൻ്റെ മകളാണ് എൻ്റെ സ്റ്റോറി റൈറ്ററൊക്കെ. മേജർ രവിചേട്ടനുണ്ടായിരുന്ന സിനിമയിൽ ഒരുപാട് പേരുണ്ടായിരുന്നു. അതുപോലെ അശോചേട്ടനോട് പ്രത്യേകം പറഞ്ഞു, അശോചേട്ടൻ വരാൻ പറ്റിയിട്ടില്ല. അശോചേട്ടൻ ഗംഭീര റോളാണ് ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത്. നമ്മുടെ പരിപാടിയൊക്കെ അശോചേട്ടൻ. എന്തായാലും ഈ സിനിമ ഒരു വലിയ വിജയമാകട്ടെ. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഈ പ്രൗഢഗംഭീരമായ സദസ്സിൽ വെച്ച് ഈ കൊച്ചു ചിത്രം ഈ ഒരു സ്വീകരണം, ഈ ഒരു ഓപ്പണിംഗ് ഇവിടെ ലഭിക്കുന്നതിൽ ഇതിലൊരു അണിയറ പ്രവർത്തകർ എന്നുള്ളതിൽ എനിക്കും അങ്ങേയറ്റ അഭിമാനവും സന്തോഷവുമുണ്ട്. പ്രിയപ്പെട്ട സുനിലേട്ട, നിങ്ങൾക്കൊരു വലിയ വിജയം ഞാൻ ആശംസിക്കുന്നു. എന്നെ ഈ സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയ ഒത്തിരി സന്തോഷം. ഇവിടെ ഡയറക്ടേഴ്സ് ആരെങ്കിലും ഒക്കെ ഇപ്പം പഠനം ഇച്ചിരി കുറവാണ്. കാരണം എന്നെ അടുത്ത പടത്തേക്ക് വിളിക്കണമല്ല. അപ്പോൾ എല്ലാവർക്കും നല്ലത് തരുന്നു. എല്ലാ ലോകാസമസ്ത സുഖിനോ ഭവന്തു. Good evening, ladies and gentlemen. Minister ഇരിക്കുന്നതുകൊണ്ട് with all your permission, നമ്മുടെ മലയാളത്തിൽ ഇങ്ങനെ പറഞ്ഞാൽ he will not understand anything. So with your permission, can I speak in English or Hindi? Thank you so much. अडवाले साहब, पहले तो आपके बारे में बता दूं, बिकॉज जब भी पार्लियामेंट सेशन चलता है, मैं जब भी आपका स्पीच जब आता है, स्पेशली वो जो आपने राइट से लेफ्ट आया था, वही कहानी जो मोदी जी को बैठा के जो हंसाया था, मैं जब भी टेंशन में होता है ना, वो रिवाइंड करके मैं निकाल के देखते रहता हूँ. तो अडवाले साहब इज अ वेरी गुड humorous person, and when he says the humor, the comical part, he's so serious. Everyone laughs. That's the best part of it.
You can be a good actor, sir. Thank you so much. Anyway, regarding this film, as they said, sir, Johnny Anthony is famously known for the fatherly characters and, is a much better actor than me. But then why Sunil selected me, that I don't know. I haven't done this kind of a role. I'm doing a role like this first time. Father and daughter came, especially, and when I was in the hospital, I was coming out of the lift and both of them were standing. And they just narrated this story in the veranda. And later on, yes, okay. But when I started doing it, I knew that you had something in your mind when you gave me the character. And especially I felt I was acting with my own daughter. And I was acting with her. And the way she used to call me. Because whenever I used to go to the set, she'll come, Acha! I said, so that was the kind of relation, and we enjoyed shooting over there. There was a lot of ups and downs with her, but then still, it was a fantastic moment, sir. I wish all the best to the father, daughter, and the family, and the entire team. Thank you so much, and you really made this forum a big with Advale Saab ka jo presence hai. And thank you so much for coming and honoring us, sir. Thank you so much. And God bless you all. God bless all of us. Thank you so much. Thank you. Brothers and sisters, today I am very happy to attend the audio launch function organized by my dear friend Mr. Sunil in the name of Cake Story. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഞാനും സുനിലും കഴിഞ്ഞ 25 വർഷമായി വളരെ നല്ല കൂട്ടുകാരാണ്. സുനിലിന്റെ ഓരോ പടങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോഴും അതിന്റെ കഥകളും കാര്യങ്ങളും അതേപോലെ ഈ കേക്ക് സ്റ്റോറിയുടെ ആദ്യം മുതൽ ഇന്ന് വരെയുള്ള എല്ലാ സംഭവങ്ങളും എനിക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് സുനില്. കാരണം കേക്ക് എന്നത് ജാതിയോ മതമോ അല്ലെങ്കിൽ അതിന് ഫ്രണ്ട്സോ എനിമീസോ ആരുമില്ല. എല്ലാവരും ഒറ്റ രുചി മാത്രമേ ഉള്ളൂ ആ കേക്കിന്. അതേപോലെ നാം എല്ലാവരും ഒത്തൊരുമിച്ചിരുന്ന് ഇന്നത്തെ സമൂഹത്തിലെ വിഷം തുപ്പുന്ന സിനിമകൾക്കെതിരെ നല്ല കുടുംബ പശ്ചാത്തലത്തിൽ ഒരു കുടുംബം, ഭാര്യ, ഭർത്താവ്, മകൾ 3 പേരും ഒരു സിനിമയ്ക്ക് വേണ്ടി സ്വന്തം ജീവനും സ്വന്തം സമ്പത്തും ത്യാഗം ചെയ്ത് ഇതേപോലെ കേക്ക് സ്റ്റോറി പോലെയുള്ള നല്ല നല്ല സിനിമകൾ വീണ്ടും മലയാളത്തിൽ ഉണ്ടായി. 80-90 കാലങ്ങളിൽ ജെറി അമൽദേവിനെ പോലെ ഒരു ഹിറ്റ് മ്യൂസിക് ഡയറക്ടർ മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു എന്നതിന്റെ വീണ്ടും തെളിവാണ് 2025 ഈ കേക്ക് സ്റ്റോറി. അതേപോലെ മിലിറ്ററിക്ക് വേണ്ടി സിനിമകൾ മാത്രം എടുത്ത് യുവാക്കളെ മിലിറ്ററിയിലേക്ക് ആകർഷിച്ച മലയാള സിനിമയിലെ ഒരു സംവിധായകനുണ്ടായിരുന്നു, മേജർ രവി. അദ്ദേഹത്തിന്റെ സിനിമയിലൂടെ വേഷം കെട്ടിയവർ ഗവൺമെന്റിന്റെ പല ആനുകൂല്യങ്ങളും സ്വീകരിച്ച് ഇന്ന് അതേ ഗവൺമെന്റിനെതിരെ വിഷം തുപ്പുമ്പോൾ നമ്മൾ ഒരിക്കലും കണ്ടുകൊണ്ടിരിക്കാൻ സാധിക്കില്ല. RBI നീതി കിട്ടുന്നവരെ പോരാടുക തന്നെ ചെയ്യും. ഇന്ന് മലയാള സിനിമയിൽ സുനിലെ പോലെ തന്റെ ഇടത്തോടെ നല്ല കുടുംബ പശ്ചാത്തലമുള്ള സിനിമകൾ കലയ്ക്ക് വേണ്ടി ജീവൻ കൊടുത്ത് പണത്തിന്റെ യാതൊരുവിധ ഉദ്ദേശവുമില്ലാതെ നല്ല കലാസൃഷ്ടികൾ ഈ കേരളത്തിൽ ഈ മലയാള സിനിമയിൽ ഉണ്ടാവണമെന്ന് ആവശ്യിച്ചുകൊണ്ട് ഒരു സിനിമ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു സുനിലിനോട്, ഈ സിനിമയ്ക്ക് നിങ്ങൾ ഒരു ഫംഗ്ഷൻ വെച്ചാൽ ആ ആഡിയോ റിലീസിന് നമ്മുടെ ഇന്ത്യയിലെ ഇന്ന് അറിയപ്പെടുന്ന ഇന്ത്യയിലെ ഓരോ മുക്കിലും മൂലയിലും ദിവസത്തിൽ 3 പരിപാടികളിൽ അറ്റൻഡ് ചെയ്യുന്ന ഇന്ത്യയിലെ സംഘർഷ നായകൻ, അയൺ മാൻ ഓഫ് ഇന്ത്യൻ പൊളിറ്റിക്സ് രാമദാസ് അത്താവലെ ഈ ഒരു പരിപാടിക്ക് വേണ്ടി മാത്രമാണ് ഇന്ന് ഇവിടെ കൊച്ചിയിൽ എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന് എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം. അതേപോലെ ഇതേപോലെയുള്ള ചെറു സിനിമകൾക്ക് തീർച്ചയായും ഒരു നല്ല കാലം മലയാള സിനിമയിൽ ഉണ്ടായി. മലയാള സിനിമയുടെ നല്ല കാലം ആരംഭിക്കട്ടെ. അതോടെ മലയാള സിനിമയിൽ വേദയെ പോലെയുള്ള പുതുമുഖങ്ങൾ നിറഞ്ഞാടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ഭീം, ജയ് ഭാരത്, ജയ് അത്താവലെ. വളരെ സന്തോഷമുണ്ട് ഇന്ന് ഇവിടെ നിൽക്കാൻ സാധിച്ചതിൽ. സുനിൽ സാറിനെ പോലെ ഒരു സീനിയർ ആയിട്ടുള്ള ഒരു ഡയറക്ടറിൻ്റെയും വളരെയധികം ഹിറ്റ് സിനിമകൾ ചെയ്തിട്ടുള്ളൊരു ഡയറക്ടറിൻ്റെ മൂവിയിൽ നായകനായിട്ട് അഭിനയിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. കൂടാതെ ജോണി ചേട്ടൻ്റെ മകനായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. ജോണി ചേട്ടൻ്റെ സൈക്കിൾ എന്ന് വെച്ച സിനിമയിൽ ഞാൻ മുമ്പ് അഭിനയിച്ചിട്ടുണ്ട്, ജോണി ചേട്ടൻ ഡയറക്ട് ചെയ്ത പടത്തിൽ. ഇപ്പം ഞാനിതാ ജോണി ചേട്ടൻ്റെ മകനായിട്ട് അഭിനയിക്കുകയാണ്. വളരെ രസകരമായിട്ടുള്ളൊരു സബ്ജക്റ്റും കഥ പറയുന്ന രീതിയും എല്ലാം ഭയങ്കര
നേരത്തെ പറഞ്ഞ കേക്ക് പോലെ വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. തീർച്ചയായിട്ടും ഈ വരുന്ന ഏപ്രിൽ 19 തിയേറ്ററിൽ റിലീസ് ആവുന്ന പടം നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കണ്ട് എല്ലാവിധ സപ്പോർട്ടും തരിക. താങ്ക് യു. ഇവിടെ ഈ കേക്ക് സ്റ്റോറി എന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ച് ട്രെയിലർ ലോഞ്ചിൻ്റെ ഭാഗമായി ഇവിടെ എത്താൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. എനിക്ക് വളരെ അടുപ്പമുള്ള ഒരു കുടുംബത്തിൻ്റെതാണ് ഈ ചിത്രം. സുനിൽ സാറിനെ ഒരുപാട് നാളായിട്ട് അറിയാം. അദ്ദേഹത്തിനോടൊപ്പം നമ്മുടെ പ്രൊഡക്ഷനിൽ തന്നെ ഒരു സിനിമ ഒരുപാട് പ്ലാൻ ചെയ്തു, പക്ഷേ എന്തോ നടക്കാതെ പോയി. അപ്പം സുനിൽ സാർ ഓൾ ദി വെരി ബെസ്റ്റ്. പിന്നെ ബാബു അന്നി ചേട്ടൻ, മേജർ ചേട്ടൻ, എല്ലാവരും, നീന ചേച്ചി, എല്ലാവരും വളരെ അടുപ്പമുള്ളവരാണ്. അപ്പം എൻ്റെ എല്ലാവിധ ആശംസകളും ഈ ഒരു സിനിമയ്ക്ക്. തീർച്ചയായിട്ടും ഞാൻ ഈ സിനിമ കാണും. പിന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസർ ജയന്ത്കുമാർ, ഞങ്ങൾ ഫാമിലിയായിട്ട് ഒരുപാട് വർഷമായിട്ട് അടുപ്പമുണ്ട്. ദുബായിലൊക്കെ വെച്ചിട്ട് ഞാൻ അവരുടെ വീട്ടിൽ പോയിട്ടുണ്ട്. ചേച്ചി, എല്ലാവർക്കും എന്താ പറയുക, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. ഇതിനിടയിൽ എന്നെ വിളിച്ചിട്ട് നമുക്കൊരു കൊച്ചു സിനിമ ചെയ്താലോ എന്ന് ചോദിച്ചിട്ടാണ് വീണ്ടും വിളിക്കുന്നത്. അങ്ങനെ സുനിലേട്ടനും വേദയും ഞാനും കൂടി ഇരിക്കുന്നു. ആ സമയത്താണ് ഈ സബ്ജക്റ്റ് പറയുന്നത്. സബ്ജക്റ്റ് ഇഷ്ടപ്പെട്ടതിന് ശേഷം രണ്ടുപേരും ചോദിച്ചതിനകത്തൊരു നായിക വേണ്ടെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സജഷൻസ് വന്നപ്പോൾ ഞാൻ സുനിലേട്ടനോട് ചോദിച്ചു, എന്തിനാ പുറത്ത് വേറെ നായികനെ നോക്കി പോണത്, നമ്മുടെ കൂടെ തന്നെ ഇരിപ്പില്ലേ, നമുക്ക് വേദനം തന്നെ ആക്കിക്കൂടെ എന്ന് അന്ന് സുനിലേട്ടനോട് ചോദിച്ചു. അപ്പോൾ മലയാള സിനിമയ്ക്കൊരു തിരക്കഥാകൃത്തിനെയും ഒരു നായികയും കൂടി പുതിയതായിട്ട് ലഭിക്കുകയുണ്ടായി. ഏതായാലും ഈ വളരെ മനോഹരമായിട്ടുള്ള ഒരു കൊച്ചു സിനിമയാണ്. ഈ സിനിമ ഒരു വൻ വിജയമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മലയാള സിനിമ ഇപ്പോൾ വിവാദങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഹോസ്റ്റലിൽ ഞാനൊരു വിവാദം കണ്ടു. അപ്പുറത്ത് മല്ലിക ചേച്ചി, ഇപ്പുറത്ത് മേജർ സാർ. ഓക്കെ, താങ്ക് യു. Good evening to all. I'm very happy to join this family, Cake family, because Sunil ji is a very good friend of mine. Through my party only, through my general secretary, his close friend. And that day onwards, we are like family. Wherever we meet, we are like that. So that family has jointly made a cake for us. കോവിഡ് കാലത്ത് ഒരു മധുരം, എല്ലാവരുടെ വീട്ടിലും ബോറടിച്ചിരുന്നപ്പോണ്ടായ ഒരു മധുരം, കേക്കിലൂടെ ഒരുപാട് സ്ത്രീകൾ അവരുടെ ജീവിതം കണ്ടെത്തിയ ഒരു കഥയുണ്ട്. പലരും വിജയിച്ച് അത്യുന്നതങ്ങളിൽ എത്തിയ സ്ത്രീകൾ തന്നെ ഉണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് ലൈക്ക് എ വിമൻ എംപവർമെൻറ്റ്. നമ്മൾ വിമൻ എംപവർമെൻറ്റിനെ പറ്റി സംസാരിക്കുക എന്നല്ലാതെ അവർക്ക് വേണ്ടി ഒന്നുമില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ കേക്കിലൂടെയും പല വിമൻ എംപവേർഡ്. And that is going to happen. I met the Bakery Association people. They are jointly doing something very big about the cake story. So ഈ കേക്ക് സ്റ്റോറി തുടങ്ങുന്നേ ഉള്ളൂ. നമ്മുടെ ഈ കേക്ക് സ്റ്റോറി ഇത് ഇങ്ങനെ ഇവിടുത്തെ ഒരുപാട് ഫാമിലികൾക്ക് ഒരു സപ്പോർട്ട് ആവട്ടെ. അതുപോലെ സിനിമയിലെ നമ്മുടെ എല്ലാം മനസ്സുകളിൽ ഇങ്ങനെ നമ്മളെ ആരാധിച്ച നമ്മളെ കുടുംബത്തിലെ നമ്മളെ കാമുകനോ ചേട്ടന്മാരോ ഒക്കെ ആയിരുന്നവരെ നമ്മൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ്, ഡയറക്ടേഴ്സ്, ഐ ഹവ് സീൻ ന്യൂ ഫേസസ്, ഷീല മാം, പിന്നെ ഇവരെനിക്കറിയാം, നീനക്കുറുപ്പ്, അവരെ നമ്മൾ കാലിക്കറ്റ് നാട്ടിൽ അറിയാം. അതുപോലെയുള്ള കുറേ ഓൾസോ ഓൾ ദ യൂട്യൂബേഴ്സ്, ഐ വെരി ഹാപ്പി വിത്ത് യു ഓൾ. കാരണം നിങ്ങളാണ് ഇപ്പം ലോകത്തിൻ്റെ മുമ്പിലെ ഫേസ്. ഓൾ ദ ചാനൽസ്, ഓൾ ദ ബിഗ് മീഡിയാസ് made an end of it. See, a small ant can do something big എന്നുള്ളതാണ് നിങ്ങളിലൂടെ നമ്മൾ ലോകത്തിന് കാണിച്ചു കൊടുക്കണേ. നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്ന ഈ ലോകത്തിലേക്ക് എത്തിക്കുക, ഇതുപോലുള്ള നല്ല സ്റ്റോറികൾ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുക. കാരണം നമ്മൾ പറയും പിന്നെ മാധ്യമ സ്വാതന്ത്ര്യം, ആ മാധ്യമ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഏറ്റവും നല്ല സന്ദേശങ്ങൾ. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ എല്ലാ കാലങ്ങളിലും, ഒന്നാം ലോക മഹായുദ്ധത്തിലും രണ്ടാം മഹാലോക യുദ്ധത്തിലും ഒക്കെ എഴുത്തുകളും സിനിമകളും കഥകളും പാട്ടുകളും തെരുവ് നാടകങ്ങളും ഒക്കെ അല്ലേ നമ്മൾക്ക് ഉത്തേജനം നൽകി. അതുപോലെ തന്നെ എന്നും കഥകളിയും എല്ലാ എഴുത്തുകാരും സംവിധായകരും ആക്ടേഴ്സും നമ്മുടെ നല്ലൊരു രാജ്യത്തിന്, ഭാരതം, അഖണ്ഡ ഭാരതം എന്ന ഭാരതമാണ് നമ്മളെല്ലാം സ്വപ്നം കണ്ടത്. ആ ഭാരതത്തിൻ്റെ ശക്തിയേകാൻ ഈ സിനിമ ഏറ്റവും വലിയൊരു ആയുധമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് സുനിൽജി പോലത്തെ ഒരു ഡയറക്ടറിനെയൊക്കെ നമ്മൾ കൂട്ടുപിടിച്ച്
സിനിമ ഏറ്റവും ഉന്നതങ്ങളിൽ എത്തിക്കണം. പിന്നെ പണ്ട് കാലത്ത് സിനിമ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നവർക്ക് ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം എനിക്ക് പറയാനുള്ളത്. കാരണം വേദങ്ങളിൽ നമ്മൾ പിന്നോട്ട് തിരിയുകയാണെങ്കിൽ വേദങ്ങളിൽ നമ്മൾ സിനിമയെ പറ്റി പറയുമ്പോൾ ഇൻ ഭഗവത്ഗീത വാട്ട് ഹാപ്പൻ, ദൈവത്തിൻ്റെ അവതാരങ്ങൾ വന്ന് മനുഷ്യജന്മം എടുത്തത് ഒരു ആക്ടിങ് ആയിരുന്നു അല്ലേ? സമ്മതിക്കില്ല എല്ലാവരും. ആ ആക്ടിങ്ങിലൂടെ വാട്ട് ഡിഡ് ദേ ഡു? വിഷ്ണുവിൻ്റെ ഏറ്റവും വലിയ അവതാരമായ ഭഗവാൻ കൃഷ്ണൻ വാട്ട് ഡിഡ് ഹി ഡു? ഹി ഗേവ് us lot of lessons through the life. That is a book of life, ഭഗവത്ഗീത. നമ്മൾ എവിടെ നോക്കിയാലും നമ്മൾക്ക് അതിന് ഉത്തരവുണ്ട്. അതിലില്ലാത്തതൊന്നും ഈ ലോകത്തിൽ ഇല്ല എന്നുള്ള വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ആസ് എ പ്രാക്ടീസിങ് മുസ്ലിം ഞാൻ ഭഗവത്ഗീതയിൽ അങ്ങനെ കണ്ടപ്പാണ് സത്യത്തിൽ ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെ ഇടയിലുള്ള ഒരു കാലഘട്ടം എന്തെന്ന് ചോദിക്കുമ്പോൾ ഒരു മതങ്ങളിലും നമ്മൾ കാണില്ല. മതങ്ങളിലല്ല ഉള്ളത്, വേദങ്ങളിൽ മാത്രമേ പഠിക്കാനുള്ളൂ. അപ്പോൾ ആ ഭഗവാൻ കൃഷ്ണൻ ജന്മമെടുത്തത് നമ്മൾക്ക് എന്തിനാണ് അഭിനയിച്ചത് മനുഷ്യനായിട്ട് ഭഗവാൻ എന്ന് ചോദിക്കും. ദൈവം എന്തിനു മനുഷ്യനായി എന്ന് ചോദിക്കുന്നവർക്കോ നമുക്കുള്ള ദാറ്റ് ഇസ് ധർമ്മ. ധർമ്മം മാത്രമേ ജയിക്കുള്ളൂ. അപ്പം നമ്മുടെ ഓരോരുത്തരുടെ ധർമ്മവും നമ്മൾ ശക്തമായിട്ട് എടുത്ത് നമ്മുടെ ജീവിത സാഫല്യം എടുക്കേണ്ടത് വളരെ നമ്മുടെ ധർമ്മം ഓരോരുത്തർക്കും സിംഗിൾ ധർമ്മം. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഫോർ ദ കേക്ക് സ്റ്റോറി and all the best for all my friends here. Thank you so much. Thank you.